രോഹിതേ, വരാൻ പോകുന്നത് ഒരു വലിയ നിയമസഭാ തിരഞ്ഞെടുപ്പ്. നമ്മൾ കഴിഞ്ഞ 5 കൊല്ലത്തിന് ശേഷം ജനങ്ങളുടെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണും. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇതുവരെ ഇമാജിൻ ചെയ്യാത്ത പല കാഴ്ചകൾ കാണും. അതാണ് അതിലൊരു കൗതുകം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അതൊക്കെ ഒരു കൗതുകമാണ്. അത്തരത്തിലൊരു വലിയ കൗതുക കാഴ്ചയിലേക്ക്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന പോലെ ചില വിസ്മയ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. ആ വിസ്മയ കാഴ്ചയിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന അവസാനത്തെ ചാപ്റ്റർ വരുന്നത് സുരേഷ് എന്ന് പറയുന്ന VSൻ്റെ സന്തത സഹചാരി, പാലക്കാടുകാരൻ, ഒരു നല്ല പയ്യനാണ്, നല്ല ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ CPMൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, കാരണമില്ലാതെ. VSനൊപ്പം നടന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ UDF സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ നിർത്താനായി വി ഡി സതീശൻ എന്ന നേതാവ് ശ്രമിക്കുന്നു. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ അവരുടെ ഒരുവിധം അറിയപ്പെടുന്ന നല്ല മുഖങ്ങളെ കോൺഗ്രസ് കൊണ്ടുപോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ CPMനകത്ത് എത്രത്തോളം ആഭ്യന്തര കലഹം, അന്തഛിദ്രം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവല്ലേ? അല്ല, ഒരു പ്രസ്ഥാനത്തിൽ കുറേയധികം നാൾ വർക്ക് ചെയ്ത് പാർട്ടി MLAയും MPയും ഒക്കെ ആയതിനു ശേഷം, മന്ത്രിയൊക്കെ ആയതിനു ശേഷം ആ പാർട്ടിയോട് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിൽ വ്യക്തമായ കാരണങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. MLA ഒന്നും അല്ല, എനിക്ക് സമയം എന്താ, ഞാൻ ആ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ തുടങ്ങിയില്ലല്ലോ. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണമില്ലാതെ പാർട്ടി വിട്ടു പോകുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. കാര്യം അതിന് ഉദാഹരണം പറയാം. ഡോക്ടർ പി സരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്ന, മെസ്സേജുകൾ അയക്കാറുള്ള, ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ വരുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു ആദ്യം ഒരു MBBSകാരനായി, പിന്നീട് സിവിൽ സർവീസുകാരനായി, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്ന നല്ല ക്വാളിറ്റിയുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോടൊരു ആരാധനയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കേൾക്കുമ്പോൾ, സരിനെ കേൾക്കുമ്പോൾ സരിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ സരിന് അയച്ചൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കാണിച്ചത്. സരിൻ, നിങ്ങളാണ് ശരി, സരിൻ നിങ്ങളാണ് ശരി, പക്ഷേ പാർട്ടി തോൽക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പാർട്ടിക്കാരനായിട്ട് അയച്ചതാണ്, കോൺഗ്രസ്കാരനായിട്ട് ഞാൻ അയച്ചൊരു മെസ്സേജാണ്. പക്ഷെ നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ പോയ ഇടം ശരിയായില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ അയച്ചു. പക്ഷേ സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ ഇന്ന് CPMൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, CPMൽ സുരക്ഷിതരാണ്. സരിന് നല്ല അക്കോമഡേഷൻ അവിടെ ലഭിച്ചു, അയാളുടെ ടാലൻറ്റിനെ CPM തിരിച്ചറിഞ്ഞു. പക്ഷേ ചെറുപ്പകാലം മുതൽ പാർട്ടി കൊടി പിടിച്ച് ബാലസംഘത്തിലൂടെ, SFIയിലൂടെ, DYFIയിലൂടെ CPMൽ എത്തിപ്പെട്ട പല സഖാക്കന്മാർക്കും എങ്ങും എത്തിപ്പെടാൻ പറ്റാത്ത കാര്യവും ഈ പറയപ്പെടുന്ന CPMലൂടെ ദോഷമൊക്കെ ഉണ്ട്. കൈകൊള്ളവൻ കാര്യക്കാരനാവുകയും വിരുന്നില്ലെന്നവൻ വീട്ടുകാരനാവുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ഈ CPMും കോൺഗ്രസും BJPയും ഒക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ നോക്കൂ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJPയുടെ നേതാവ്, അദ്ദേഹം BJPയുടെ വക്താവായിരുന്നു. പിന്നീട് കുറേ കാലം പാർട്ടിയിൽ മേൽത്തട്ടിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ പാർട്ടി ഒന്ന് അകറ്റി നിർത്തി, പിന്നീട് വീണ്ടും ചേർത്ത് നിർത്തി. എനിക്കൊന്ന് വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും സജീവമായത്. അദ്ദേഹത്തിൻ്റെ കുറേ ആശയങ്ങളൊക്കെ ആയി K. സുരേന്ദ്രനൊപ്പം നിന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സുരേന്ദ്രൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റാർ ക്യാമ്പയിനായി BJPയിൽ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മുമ്പ് സന്ദീപ് ഏട്ടനുമായിട്ട് BJPയുടെ വിജയ സാധ്യതകളെ പറ്റിയൊക്കെ കുറേ നേരം ഞങ്ങളോട് സംസാരിച്ചിട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവേശനം ഉണ്ടാകുന്നത്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. പാലക്കാട് സീറ്റ് കൊടുക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടി മാകേണ്ടി പോകും. പക്ഷേ സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ പാർട്ടി വിടാൻ ഉണ്ടായ സാഹചര്യം, ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു. സരിനായിരുന്നു ശരിയെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് കാലം തെളിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്ന്. അയാളുടെ പ്രവൃത്തി ദോഷങ്ങൾ പുറത്തു വന്നപ്പോൾ പാലക്കാട് തെളിയിച്ചു. സരിനെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കും. പക്ഷേ അന്നത്തെ സമയത്ത് പാർട്ടിയും തെറ്റു പറയാൻ പറ്റില്ല. സരിനേക്കാൾ ക്രൗഡ് പുള്ളറായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ പാലക്കാടുകാരനായ സരിന് പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുന്നതിനോട്, സരിനോടൊപ്പം തന്നെ ഇന്ന് പാർട്ടിയുടെ മുഖങ്ങളായി ചിരിച്ചുകൊണ്ട് രാഹുലിൻ്റെയും ഷോഫിയുടെയും തോളത്ത് കയറ്റി നടക്കുന്ന പല ആളുകളും സരിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ സരിൻ മാത്രം നിലപാട് പറഞ്ഞു, സരിൻ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. CPM ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, സരിന് വേണ്ട പരിഗണന പാർട്ടി അതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് അതിനെ ഒറ്റപ്പാലത്തേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട്.
സരിൻ മത്സരിക്കണമെന്ന് സരിൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അല്ല സരിനെ പിന്നെ രോഹിത് ഇപ്പൊ പറഞ്ഞ പോലെ സരിൻ പറഞ്ഞ രാഷ്ട്രീയം ഇപ്പോഴും ആരും കൃത്യമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ല സരിന്റെ പേര് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രത്യേകത. സരിൻ പാലക്കാട് ആവശ്യപ്പെട്ടത് സരിന് മത്സരിക്കണമെന്നല്ല, സരിനോ അല്ലെങ്കിൽ പാലക്കാട് നിന്നുള്ള ഒരാളോ പാലക്കാട് മത്സരിക്കണമെന്നായിരുന്നു. സരിന്റെ പേര് സുധാകരന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവിടേക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ സരിനും സംഘവും രാഹുലിന്റെ ഈ ചെയ്തികളെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് രാഹുലിനെ എതിർത്തതെന്ന് വേണമെങ്കിൽ ഇപ്പൊ ചിന്തിച്ചൂടെ? തീർച്ചയായിട്ടും. അപ്പൊ സരിനായിരുന്നു ശരിയെന്ന് നമുക്ക് പറയാം. കറക്റ്റ് ആണ്. സരിന ഈ ഫ്ലോറിൽ ഇരുന്ന് സരിനോട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി സീറ്റ് ചോദിച്ചതല്ല രോഹിത്തെ, ഞാൻ പറഞ്ഞത് അയാളെ ഇവിടെ മത്സരിപ്പിക്കാൻ പറ്റില്ല, പാലക്കാട് എന്നൊരാൾ വേണം. പക്ഷെ അയാൾക്ക് പാർട്ടികളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അയാൾ ഇന്ന് CPM പോകും. പിന്നീട് ചോദിക്കാൻ കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഐഷ പോറ്റിയുടെ മാറ്റമുണ്ട്. CPM പറയുന്നത് കാറ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി അല്ല. 5 വർഷക്കാലങ്ങൾ 15 വർഷക്കാലം ആ മണ്ഡലത്തെ മുന്നോട്ട് നയിച്ച് വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് നയിച്ച ഒരു നേതാവ്. അവർ പാർട്ടിക്കാരിയായിട്ടൊന്നുമല്ല, സാധാരണ വീട്ടമ്മ എന്ന് പറയാൻ പറ്റില്ല, ഒരു അഡ്വക്കേറ്റാണ്, കഴിവുള്ള അഡ്വക്കേറ്റ്. അതെ, ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അഡ്വക്കേറ്റിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ചു. അവരുടെയും പാർട്ടിയുടെയും വർക്ക് കൊണ്ട് അവർ ജയിച്ചു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, പേരെടുത്തു. പിന്നീട് കൊട്ടാരക്കരയിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നു. വെറുതെ കൊടുത്തിയൊന്നും അല്ലല്ലോ, ജില്ലാ പഞ്ചായത്തിൽ അവർ കാണിക്കുന്ന പെർഫോമൻസ് കണ്ടിട്ട് സീറ്റ് കൊടുത്തു. വെറുതെ അങ്ങ് ജയിച്ചതല്ലല്ലോ. രാഷ്ട്രീയ കേരളത്തിലെ ഭീഷ്മരാജ് ബാലകൃഷ്ണപിള്ളയെ കാലെ പിടിച്ച് നിലത്തടിച്ചിട്ടാണ് കൊട്ടാരക്കരയിൽ അവർ ജയിക്കുന്നത്. പിന്നെ വെറുതെ അങ്ങ് ജയിച്ചതല്ലല്ലോ, ജയിച്ച് MLA ആയിരുന്ന 15 വർഷക്കാലവും 10,000-ൽ നിന്ന് ഭൂരിപക്ഷം 53,000-ലേക്ക് ഉയർത്തിയ നേതാവിന്റെ പേരാണ് ഈ പറയപ്പെടുന്ന ഐഷ പോറ്റി. വെറുതെ അങ്ങ് ഭൂരിപക്ഷം ഉയർത്തിയതല്ലല്ലോ, ആ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വികസന മാതൃകകൾ കാണിച്ചു തന്നുകൊണ്ടാണ്. അപ്പോൾ ചോദിക്കുന്നത് ഞങ്ങളുടെ സർക്കാർ കൊടുത്തതല്ല. നിങ്ങളുടെ സർക്കാർ കൊടുത്തതല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന് 5 വർഷ കാലഘട്ടവും കൊട്ടാരക്കരയിൽ വികസന പരിപാടി വഹിക്കാൻ ഐഷ പോറ്റിക്ക് സാധിച്ചു. അതിന് UDF എന്ന് അവരെ സഹായിച്ചിട്ടുണ്ട്, LDF സഹായിച്ചു. കാരണം അവർക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സൗമ്യ മുഖമുണ്ടായിരുന്നു. അത് തന്നെയാണ് 10,000-ൽ നിന്ന് 53,000-ലേക്കുള്ള വോട്ട് ഷെയർ വർദ്ധനവ്. പിന്നീട് വന്ന 5 വർഷക്കാലങ്ങൾ അവരുടെ പ്രവർത്തനം കൂടി കൊണ്ട് ജയിച്ചു വന്ന KN ബാലഗോപാൽ അവരെ അങ്ങ് പൂർണ്ണമായി അവഗണിച്ചു കൊടുത്തപ്പോൾ അവഗണന സഹിക്കാൻ വയ്യാതെ അവർക്ക് UDF-ലേക്ക് പോകേണ്ടി വന്നു, കോൺഗ്രസിലേക്ക് പോകേണ്ടി വന്നു. ഇനി അങ്ങ് ചോദിച്ച കാര്യം, UDF വിസ്മയം തീർക്കുമ്പോൾ വിസ്മയങ്ങൾ പലതുണ്ടാവും. വിസ്മയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അതിശയം എന്നാണ്. ഈ അതിശയത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തെ. VD സതീശൻ വെറുതെ ഒരു വാക്ക് പറയുന്ന ആളല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര സീറ്റ് കിട്ടും, എത്ര വോട്ട് ഷെയർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എത്ര കോർപ്പറേഷനുകൾ കിട്ടുമെന്ന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എത്ര പഞ്ചായത്തുകൾ ഭരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്, പഠനമുണ്ട്. പഠനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ടീമുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റെതായ കൃത്യമായ ബോധ്യമുണ്ട്. അത് VD സതീശന് മാത്രമല്ല, ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായ ബോധ്യം അക്കാര്യത്തിലുണ്ട് തന്നെ. ഇപ്പോൾ സുരേഷ് കുമാറിനെ മത്സരിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി സുരേഷ് കുമാറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും ബാധകമല്ല. CPM നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പാർട്ടിയിലും മെമ്പർ അല്ലാതെ നിൽക്കുന്ന ഒരാൾ, ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ വേണമെങ്കിൽ, ഒരു കടുത്ത VS പക്ഷക്കാരൻ എന്ന നിലയിൽ, VSനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മണ്ഡലം മലമ്പുഴ എന്ന നിലയിൽ VSന്റെ അനുഗ്രഹത്തോടു കൂടി ഇദ്ദേഹം മത്സരിക്കാൻ വന്നാൽ അതിന്റെ പ്രയോജനം ലഭിക്കുമെന്നായിരിക്കാം ഒരുപക്ഷെ UDFന്റെ ചിന്താഗതി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദന്റെ ചോരയിൽ പിറന്ന അരുൺകുമാറാണ് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെങ്കിലോ? വിസ്മയം തീർക്കാൻ UDFന് മാത്രമല്ലല്ലോ, വിസ്മയം തീർക്കാൻ LDFനെ കൊണ്ട് സാധിക്കും. LDF തീർത്ത വിസ്മയമൊന്നും UDFന് അങ്ങനെ മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. LDF തീർത്ത വിസ്മയം UDF തീർത്തിട്ടില്ല. 750 രൂപയുടെ കിറ്റ് കൊണ്ട് കേരളം മൊത്തം പിടിച്ച ടീമാണ്. ഒരുപാട് വിസ്മയങ്ങൾ കാട്ടി. അതാ ഞാൻ പറഞ്ഞേ, 750 രൂപയുടെ കിറ്റ് കൊണ്ടുവന്ന് കൊടുത്ത് പറ്റിച്ചിട്ട് കേരളം പിടിച്ച ടീമാ. 250 രൂപയ്ക്ക് അഖിൽമാരാറുടെ ഭാഷയിൽ പറഞ്ഞ് 250 രൂപയ്ക്ക് കിട്ടുന്ന ഏല 1500 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് 250 രൂപയ്ക്ക് മേടിച്ചിട്ട് 1500 രൂപയ്ക്ക് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്ത ടീമാണ്. അതവരുടെ സമയം നല്ലതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമയം നല്ലതായിരുന്നു. നല്ല ഓറയാന്നാ പറയുന്നത്. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും മോഹൻലാലിനും മാത്രമേ ആ ഓറയുള്ളതാ പറയുന്നത്. അതിനേക്കാൾ ഓറയുള്ള നേതാക്കന്മാർ പിന്നാലെ വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇനി സഖാവ് ശശിയുടെ കേസിൽ, ശശി പാർട്ടി മാറിപ്പോകുന്നോ പാർട്ടി ഉണ്ടാക്കുമെന്നോ UDF പോകുന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വരട്ടെ. ചരിത്രങ്ങൾ എങ്ങനെയായിരുന്നു നോക്കൂ. ഒരേ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴല്ലേ നെയ്യാറ്റിൻകരയിൽ സെൽവരാജിനെ രാജിവെപ്പിച്ചു. നമ്മുടെ PC ജോർജ് കളിച്ചത്. ആര് കളിച്ചാൽ അത് PC ജോർജ് പറയുന്നതല്ലേ? അല്ല, അദ്ദേഹം കളിച്ചു. PC ജോർജിന്റെ കളി നമുക്കറിയാം. മറ്റേ ഉമ്മൻചാണ്ടിയെ സരിതയുമായി വെറുതെ ഒരു കഥയും ഇല്ലാത്ത ആരോപണങ്ങൾ, അത് വിടും. ആര് കളിച്ചു ആര് കളിച്ചില്ല എന്നുള്ളത് അത് സെൽവരാജിനെ വലിച്ചു കൊണ്ടുവന്ന ഒരു വലിയ മാജിക് ആയിരുന്നു. പക്ഷെ സെൽവരാജ് ഇപ്പൊ ഒന്നുമല്ല. ഇനി ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കാലെ പിടിച്ച് താഴെ ഇടാൻ സഹായിച്ച KB ഗണേഷ് കുമാറിനെ LDF കൊണ്ടുപോയിട്ട് MLA ആക്കിയില്ലേ, ഇപ്പൊ മന്ത്രിയാക്കിയില്ലേ? ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചു കളഞ്ഞില്ലേ അത്രയും ജനകീയനായിരുന്ന നേതാവിനെ? തീർച്ചയായിട്ടും. ഇനി ബാർക്കോഴയിലൂടെ UDFന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയ
മാണി സാറിന്റെ പാർട്ടി LDF പോയില്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ രാഷ്ട്രീയ വിസ്മയങ്ങളാണ്. അല്ല, എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാണാൻ ആദ്യം പോയത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ പോയി അദ്ദേഹം കാണുകയാണ്. അതൊരു രാഷ്ട്രീയ മര്യാദ അല്ല, അദ്ദേഹം മര്യാദയെന്നല്ല, അദ്ദേഹം അതിശയിച്ചു പോയി ഉമ്മൻചാണ്ടി. അവർ അത്ര കണ്ട് തന്നെ ക്രൂശിച്ചൊരു വ്യക്തി വന്ന് കണ്ടിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോ ആ പുതുപ്പള്ളി പള്ളിയിൽ ചെന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചതും തിരിച്ച് ഇപ്പൊ ഈ പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ പറയുന്ന ചാണ്ടി ഉമ്മൻ സഹായിച്ചിട്ടുള്ളതും പിണറായി വിജയനെ കുറിച്ച് തിരിച്ചു മറുപടി നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ആ ഒരു സാഹചര്യത്തിന്റെ മെയ്വഴക്കമായിരിക്കും. ഈ കേന്ദ്രം കെ കരുണാകരനും പരസ്പരം ബന്ധശത്രുക്കളായിരുന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയത്തിലെ മെയ്വഴക്കമാകാം. അത് വിടും. അതൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് UDF ഇത്തവണ കാണിക്കാൻ പോകുന്ന വിസ്മയം എന്ന് പറയുന്നത് ജനങ്ങളെ ചേർത്ത് ഇതിലും വലുതാവാൻ സാധ്യതയുണ്ടോ? ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വിസ്മയമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വിസ്മയം. ജനങ്ങളിലാണ് അവർക്ക് വിശ്വാസം, നേതാക്കന്മാരിലാണ്. അപ്പോൾ ശശിയുടെ കാര്യത്തിൽ താങ്കൾക്ക് വിശ്വാസമില്ല? അതൊക്കെ രാഷ്ട്രീയം വരട്ടെ, സമയമുണ്ടല്ലോ. നമ്മളെല്ലാവരും പറഞ്ഞല്ലേ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു, KPCC അധ്യക്ഷന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിച്ചു, PV അൻവർ. ഒരു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാ. കിട്ടുമായിരിക്കും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ നേരിടാൻ ഒരുപക്ഷെ PV അൻവർ തന്നെ വരുമായിരിക്കും. പക്ഷെ ഇപ്പോഴേ അത് പറയുന്നത് അതിനൊരു രീതിയുണ്ട്. അതൊരു രാഷ്ട്രീയ മര്യാദയല്ല. തീർച്ചയായിട്ടും അങ്ങനെ മര്യാദയില്ലായ്മ അൻവറിന് നിരന്തരമുണ്ട്. അതെ, അൻവറിന്റെ പ്രശ്നമല്ലല്ലോ. വിഷയം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞത് KPCC അധ്യക്ഷനും അത് പറഞ്ഞു പറയാണല്ലോ, വാക്കാൽ പറയുന്നത്. അത് ഒരു എടുത്തിയാട്ടമായിപ്പോയി. നമുക്ക് അതൊരു വിസ്മയമല്ലേ? തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും ഒരു വിസ്മയം പൊളിഞ്ഞു പോയി. ഏതാ? ജോസ് കെ മാണിയെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചൊരു വിസ്മയം. അത് വിസ്മയമൊന്നുമല്ല, അതിന്റെ ആവശ്യമില്ല. ഈ മേഖലയിലുള്ള UDFകാർ പോലും കൊണ്ടുവരല്ലേ എന്നാ പറഞ്ഞത്. വരുന്നേ വന്നോട്ടെ എന്നും കണ്ട് വിചാരിച്ചതാ, വേണമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കൂ, VD സതീശൻ ചെയ്യുന്നത് എന്താ? ഒരുത്തനെ VD സതീശനല്ല, കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ഒരാളിലേക്ക് കൊണ്ട് കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും കാലേ വീണിട്ടുള്ള സാധനമല്ല, തനിക്കാക്കി വിടക്കാക്കുന്ന പരിപാടിയാണ്. അപ്പൊ താങ്കൾ പറയുന്നത് നോക്കൂ, PV അൻവറിന്റെ കേസ് നോക്കൂ. എന്തായിരുന്നു? എനിക്ക് വനം മന്ത്രി സ്ഥാനം വേണം, ആഭ്യന്തരം വേണം, എന്ത് മണ്ടത്തര വിളിച്ചു, നീ നിന്റെ പാട് നോക്കി പോടാ പുല്ലേ എന്ന് പറഞ്ഞു. അവിടെ അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി നിർത്തി വിജയിപ്പിച്ചു. അവസാനം നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വാദികളും ഇല്ലാതെ ഇവരെ പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ വന്ന് കാലെ പിടിച്ച്. പക്ഷേ 20,000 വോട്ട് പിടിച്ചു. ചേട്ടാ, ഇനി 20,000 വോട്ട് പിടിച്ചാലും PV അൻവർ നിലമ്പൂരിൽ ജയിച്ചാലും നിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട, ഈ നിലപാടിൽ വേണ്ട. ആ നിലപാടെടുക്കാൻ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും. അല്ല, അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. ആ മര്യാദ അദ്ദേഹം ലംഘിച്ചു. കണ്ട ചെമ്മാനും ചെരുപ്പൂത്തിയും കൂടെ ചേർത്തോണ്ടിരിക്കല്ലേ ഇവിടുത്തെ NDAയും ഇടതുപക്ഷവും. തീർച്ചയായിട്ടും. അല്ല, ഇടതുപക്ഷം ചേർക്കുന്നുണ്ടോ എനിക്ക് സംശയം. ഇടതുപക്ഷം ഇനി ആരെ ചേർക്കാറുള്ളവര്? 5 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പേ അവരെല്ലാരും ചേർത്ത് വെച്ചില്ല. ഇനി ആരെ ചേർക്കാറുള്ള? കണ്ട പെണ്ണുങ്ങളെ പെണ്ണ് പിടിക്കാൻ പോയതിന്റെ പേരിൽ അവരുടെ ഭർത്താവ് വന്ന് മോന്തയ്ക്ക് ഇടിച്ചവന്റെ പാർട്ടി ഉണ്ടോ? RSP നിന്ന് RSP UDF പോയപ്പോൾ UDF പോയിട്ട് പഞ്ചായത്ത് ഇലക്ഷന് തന്റെ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റുപോയപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് MLA ആവാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് ഒരു പേര് വിട്ട് പുതിയൊരു RSP ഉണ്ടാക്കി അയാളുടെ പാർട്ടി. കുറ്റമൊന്നും പറയുന്നില്ല, അയാൾ എടുക്കണം. അങ്ങനെ എത്ര പാർട്ടികൾ? ജെട്ടി രാജുവിന്റെ പാർട്ടിയില്ലേ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ. ഞാൻ പണ്ടായിരുന്നു ചെമ്മാനം ചെരുപ്പത്തി UDF കൂടെ ചേർത്തേ. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അങ്ങോട്ട് എടുത്തു നോക്ക്, കോൺഗ്രസ് S ഇല്ലേ? അങ്ങനെ എത്ര കുഞ്ഞു കോൺഗ്രസ് നേരത്തെ ഉണ്ട്, കടന്നപ്പള്ളി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കും, എത്ര വർഷങ്ങളായിട്ടുണ്ട് എത്ര കുഞ്ഞു പാർട്ടികൾ ഇവർക്കൊപ്പം ഉണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് വന്ന ശേഷമാണ് ഈ കണ്ട എല്ലാം. ആരുടെ കാലം പിടിച്ചാലും കുഴപ്പമില്ല, അധികാരം കിട്ടിയാൽ മതി, മറ്റേ നിലപാടില്ല. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയാണ്. ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് സുരേഷ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. സുരേഷ് ഒന്നും ഈ പറയുന്നത് ഓക്കെ മത്സരിച്ചാൽ ഓക്കെ, നിലമ്പൂരിൽ ഒരു പാർട്ടിക്കാരനല്ല എന്നുള്ളതായിരിക്കും. മലമ്പുഴ മത്സരിക്കാൻ എന്തോ കോൺഗ്രസ് പാർട്ടിയിലെ ആളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സുരേഷിന് എന്ത് യോഗ്യത എന്നാണ് താങ്കൾ? അങ്ങനെയൊന്നുമല്ല ചോദിച്ചത്. സുരേഷ് വരട്ടെ, വന്നാൽ ഓക്കെ, ഒരു സ്വതന്ത്രനായി ഒരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ അവർ പഠിച്ചു ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ ഒരാൾ വന്നാലും 140 സീറ്റ് കോൺഗ്രസിന് കൊടുത്താലും മത്സരിക്കാൻ ആളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. അപ്പൊ CPM ഇതിലൊരു അപജയം ഉണ്ടാകുന്നില്ല? നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചില്ല, എനിക്ക് തോന്നുന്നില്ല. CPM അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ശശി പോകുന്നു എന്ന് വിചാരിക്കട്ടെ. ശശി മാത്രമല്ല രോഹിത, എന്റെ സംശയം ശശിയോ ഒരു സുരേഷോ അല്ല. ഈ പാർട്ടിക്കകത്ത് നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെ ഇത്തവണ CPM-ന് വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്കുകൾ എല്ലാ പാർട്ടിയിലും. കൊഴിഞ്ഞുപോക്കെന്നല്ല, പാർട്ടി ആശയങ്ങളുമായി ചേർന്ന് നിൽക്കും, പക്ഷെ പാർട്ടിക്ക് ഇത്തവണ വോട്ട് ചെയ്യില്ല. അങ്ങനെ തീരുമാനിക്കുന്നതിനെ കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു ആളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന ആദ്യമല്ല. പാർട്ടി പോകുന്നതല്ല. CPM-ൽ നിന്ന് കോൺഗ്രസ് വന്ന കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് അല്ല, നമ്മൾ രാഷ്ട്രീയ തട്ടകം മാറുന്നത് ഇന്നിപ്പോ ഉടുപ്പ് മാറുന്ന പോലെയാണ്. എന്റെ പ്രായത്തിൽ ഞാനിപ്പോ ഇതിനു മുമ്പ് 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നത്
വിരളമാണ്. ഇന്നിപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല. ഇന്നലെ വരെ കൈപ്പത്തിയായിരുന്ന ആൾ ഇന്ന് താമര ഒരാളാകുന്നു, ഇന്നലെ വരെ അരിവാൾ ചുറ്റി നക്ഷത്രത്തെ ആയിരുന്ന ആൾ ഇന്ന് കൈപ്പത്തിയാകുന്നു. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ മര്യാദകളൊക്കെ പോയി. അങ്ങനെയുള്ള ഇതൊന്നും തന്നെ ഇന്നില്ല. എന്തുവാ രാഷ്ട്രീയ മര്യാദ? അല്ല, അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് ഇപ്പോൾ കാണുന്നു. പക്ഷെ 10 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, 15 കൊല്ലം മുമ്പ്. അരിവാൾ ചുറ്റിക നക്ഷത്രം പിടിച്ചോണ്ടിരിക്കുന്ന CPM-ന്റെ അല്ല, അതിന് എന്തെങ്കിലും പറയാനുണ്ടോ എടുത്ത്? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ തന്നെ മാറി കുത്താൻ തീരുമാനിക്കുന്നതിൽ തെറ്റുണ്ടാകില്ല. അത് ഞാൻ ചോദിക്കുന്നത്, മാറി കുത്തിയല്ലേ പറ്റൂ? തീർച്ചയായും ഒരു മാറ്റം അനിവാര്യമാണ്. ഇവിടുത്തെ ഒരു ജനസംഖ്യയുണ്ട്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കുത്തിയവർ മാറ്റി UDF കുത്തിയാലേ UDF അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നു. മാറ്റം വരിക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും.